നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ലാലിഗയിലെ ഈ ആഴ്ചയിലെ വമ്പൻ പോരാട്ടം മാഡ്രിഡ് ഡെർബി തന്നെയാണ്. എന്നാൽ അതിനു മുമ്പ് ഇന്ന് FC ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത് ഒസാസുനയ്ക്കെതിരെയുള്ള മത്സരം കളിക്കാനായിട്ടാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഒസാസുനയുടെ മൈതാനത്താണ് ആ ഒരു മത്സരം നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് ഹൻസി ഫ്ലിക്ക്, ബാഴ്സയുടെ കോച്ച് ഹൻസി ഫ്ലിക്കിനോട് മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും മാഡ്രിഡ് ഡെർബിയെക്കുറിച്ച് ചോദിച്ചു. ആര് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, മാഡ്രിഡ് ഡെർബി ഞാൻ എൻ്റെ ടീമിൻ്റെ കളികളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. എൻ്റെ ടീമിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോബ് ചെയ്യാനുണ്ട്. ഈ മത്സരം പാംപ്ലോനയിൽ പോയി വിജയിക്കുക, അതിനപ്പുറത്തേക്ക് മറ്റൊരു ടീമിൻ്റെ കളിയെക്കുറിച്ചും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ലാലിഗയിൽ ബാഴ്സലോണയും ഒസാസുനയും തമ്മിലുള്ള മത്സരം ഇന്ന് രാത്രി 12:30 ബാഴ്സയ്ക്ക് അവേ മാച്ചാണ്. ആദ്യ 7 കളികളും വിജയിച്ച് മിന്നും ഫോമിൽ നിൽക്കുന്ന ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ റയലിനേക്കാൾ 4 പോയിൻ്റ് മുന്നിലാണ്. അത് വർദ്ധിപ്പിക്കുക, അത് തന്നെയാണ് ലക്ഷ്യം. 21 പോയിൻ്റ് ഉണ്ട് FC ബാഴ്സലോണയ്ക്കെങ്കിൽ റയലിന് 7 കളികളിൽ നിന്ന് 17 പോയിൻ്റാണ്. അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള മത്സരത്തിൽ റയലിന് കാലിടറുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബാഴ്സയ്ക്ക് കൂടുതൽ ഗുണകരമായിട്ട് മാറും. ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ അദ്ദേഹം മറ്റൊരു ടീമിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടുന്നത് നാളെയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് തിങ്കളാഴ്ച പുലർച്ചെ 12:30 എന്ന് പറയേണ്ടി വരും. മെട്രോപൊളിറ്റനോയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്താണ് ആ കളി നടക്കുന്നത്. വളരെ വീറും വാശിയുമുള്ള ഒരു പോരാട്ടമാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ബാഴ്സയും റയലും തമ്മിലുള്ള പോരാട്ടം ആദ്യ എൽ ക്ലാസിക്കോ, ഈ സീസണിൽ ആദ്യ എൽ ക്ലാസിക്കോ 27-ാം തീയതി ഒക്ടോബർ 27 രാത്രി 12:30 റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്ത് വെച്ച് നടക്കും. ആ കളിയിലേക്ക് തൻ്റെ ടീം എത്തുമ്പോൾ 1ാം സ്ഥാനക്കാരായിക്കൊണ്ട് തന്നെ എത്തണം എന്ന് ഹൻസി ഫ്ലിക്കിന് നിർബന്ധമുണ്ട്. അത് അദ്ദേഹം താരങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ മറ്റൊരു ടീമിൻ്റെ കളിയെക്കുറിച്ച് പറയുന്നില്ല എന്ന് ഹൻസി ഫ്ലിക്ക് പറയുമ്പോഴും ഈ 2 ടീമുകളും പരസ്പരം കൃത്യമായി വീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.